സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഒരു കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നും ഏറ്റിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേരളം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജിയിൽ ഒരു അനുകൂലമായ നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് 31 വരെ, അതായത് ഇപ്പോഴത്തെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് വരെ കേരളത്തിന് കടമെടുപ്പ് പരിധിയായി അനുവദിച്ചിട്ടുള്ള 13,608 കോടി രൂപ കടമെടുക്കാൻ കേരള സംസ്ഥാനത്തെ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശവുമായി രംഗത്ത് വരുന്നത്. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളം ഈ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് ആദ്യം എത്തുമ്പോൾ സുപ്രീം കോടതിയുടെ ആദ്യ നിർദ്ദേശം എന്ന് പറയുന്നത് സംസ്ഥാനവും കേന്ദ്രവും ഒരു ചർച്ച നടത്തണമെന്നായിരുന്നു. എന്നാൽ ആ ചർച്ചയിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രാലയവും എടുത്ത നിലപാടെന്ന് പറയുന്നത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വീണ്ടും പഴയപടിയാക്കണമെങ്കിൽ കേരളം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പിൻവലിക്കണമെന്നായിരുന്നു. സംസ്ഥാനത്തെ ഭീഷണിപ്പെടുത്തി വിധേയരാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്. ആ നീക്കത്തിനും സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കനത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളിൽ കടന്നു കയറാനാകില്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. സുപ്രീം കോടതി വളരെ രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ കടമെടുപ്പ് പരിധി പഴയ പരിധി ആക്കണമെങ്കിൽ ഹർജി പിൻവലിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ ഉന്നയിച്ചത്. കപിൽ സിബലായിരുന്നു കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ. അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തികമായ ഒരു തരം ഞെരുക്കലായിരുന്നു. ആ ഞെരുക്കലിന്റെ ഭാഗമായി കേരളത്തിന് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ നഷ്ടമായത് 50,000-ലേറെ കോടി രൂപയാണ്. അതിൽ ഒരു പരിധി വരെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് സംസ്ഥാനത്തിനെ വളരെ ഗുരുതരമായി ബാധിച്ചിരുന്നു. ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു അനുകൂല തീരുമാനം ഉണ്ടായതോടെ ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയൊരു പരിധി വരെ കുറവുണ്ടാകാൻ ഇത് കാരണമാകുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ക്ഷേമ പെൻഷനുകൾ പോലെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ അനുകൂല തീരുമാനം സഹായകരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനായി നമ്മുടെ GST വിഹിതം ഗണ്യമായി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. GST എന്ന സംവിധാനം ആരംഭിച്ചത് മുതൽ തന്നെ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതിനു പുറമെയാണ് സംസ്ഥാനത്തെ GST വിഹിതം വെട്ടിക്കുറച്ചത്. GST നടപ്പാക്കിയതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്കുണ്ടായ നികുതി നഷ്ടം പരിഹരിക്കാൻ കൊണ്ടുവന്ന GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് സംസ്ഥാനത്തെ വളരെ ഗുരുതരമായി ബാധിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുക കൂടി ചെയ്തപ്പോഴാണ് സംസ്ഥാനം ശരിക്കും സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുന്ന ഘട്ടമുണ്ടായത്. അത് കൃത്യമായും കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പദ്ധതിയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം സംസ്ഥാനത്തെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ തീർച്ചയായും ക്ഷേമ പ്രവർത്തനങ്ങൾ ബാധിക്കപ്പെടുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരായ ഇടതു മുന്നണിക്കെതിരായ ഒരു ജനവികാരമായി മാറും എന്ന് കേന്ദ്രം കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഏറ്റവും ഈ അവസരത്തിൽ വിമർശിക്കപ്പെടേണ്ടത് കേരളത്തിന്റെ പ്രതിപക്ഷമായ UDF-നെ തന്നെയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, അതിലും VD സതീശൻ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം VD സതീശനോട് എപ്പോഴൊക്കെ മാധ്യമങ്ങൾ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു തവണ പോലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് ശരിയല്ല, നികുതി പിരിവ് ശരിയല്ല എന്നൊക്കെയാണ്. പക്ഷേ ഇനി VD സതീശൻ എന്ത് ന്യായീകരണമാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കാനുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. കാരണം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര നിർമ്മിതമാണ് എന്നത് കേരളത്തിലെ ഓരോ മലയാളിക്കും ഇപ്പോൾ മനസ്സിലാകുന്നു. പക്ഷെ അത് മനസ്സിലായിട്ടും അത് മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമ്മുടേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും കേരളം നേടിയ ഈ നിയമ പോരാട്ടത്തിലെ വിജയം മറ്റ് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രതീക്ഷയേകുന്നതും ഒരു
ആവേശം നൽകുന്നതുമാണ്. കാര്യം ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്തരത്തിൽ കേന്ദ്രം സാമ്പത്തികമായി ഒരു ഉപരോധം തന്നെ ഏർപ്പെടുത്തുന്ന പതിവ് എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളും നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം സമരവുമായി ഡൽഹിയിൽ എത്തുന്നതിന് ഒരു ദിവസം മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ഇതേ ആവശ്യങ്ങൾ, കേരളം മുന്നോട്ട് വയ്ക്കുന്ന അതേ ആവശ്യങ്ങളുമായി ഡൽഹിയിൽ സമരവുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ തമിഴ്നാടിന് സമാനമായ ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഇനി ഈ നിയമ പോരാട്ടത്തിലെ വിജയം, കേരളം സ്വന്തമാക്കിയിരിക്കുന്ന ഈ വിജയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഗുണകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.